കൊച്ചിയിൽ വൻ കുഴൽപ്പണ വേട്ട. വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപം 2.5 കോടി രൂപയോളം കുഴൽപ്പണം പിടിച്ചെടുത്തു. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശി രാജഗോപാലും ബീഹാർ സ്വദേശി സതീഷ് പോലീസ് കസ്റ്റഡിയിൽ. ഹാർബർ പോലീസിന്റെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെയാണ് കുഴൽപ്പണം പിടികൂടിയത്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, വിശദാംശങ്ങൾ. ഹരിത, ഇന്ന് 3:30 സംഭവം. ഹാർബർ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വലിയൊരു കുഴൽപ്പണ വേട്ട നടത്തിയിരിക്കുന്നത്. ഏകദേശം 2.5 കോടി രൂപയാണ് ഓട്ടോയിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസ് വലയിൽ കുടുങ്ങിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാട് സ്വദേശി രാജഗോപാലും ബീഹാർ സ്വദേശി സതീഷ് അഹമ്മദിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപം ആണ് സംഭവം. വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപമുള്ള കണ്ണങ്കാട്ട് പാലത്തിന് സമീപം ഓട്ടോ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് ഓട്ടോയിൽ വന്ന് പരിശോധിച്ചപ്പോഴത്തേനാണ് വിവിധ ബാഗുകളിലാക്കി 500ന്റെ കെട്ടുകളിൽ ഒക്കെയുള്ള പണം കണ്ടെത്തിയത്. പോലീസ് പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന ജോലികൾ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് ബ്രോഡ്വേയിലുള്ള ഒരു വ്യവസായി, ഒരു വ്യാപാരി കൊടുത്തുവിട്ട പണമാണെന്നാണ് ഇവർ പോലീസിന് പ്രാഥമികമായിട്ട് നൽകിയിരിക്കുന്ന വിവരം. ഈ മൊഴി പോലീസ് വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. മറ്റ് എവിടുന്നോ കൊണ്ടുവന്ന പണം എന്നുള്ള രീതിയിലാണ് പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇത്രയും വലിയൊരു തുക എങ്ങനെ ഓട്ടോയിൽ കടത്തി, ആരാണ് ഈ പണം കൊടുത്തുവിട്ടത്, ആർക്കാണ് ഈ പണം എത്തിക്കാനായിട്ട് ഇവർ ഇടനിലക്കാരായത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതായത് യാതൊരു സുരക്ഷയും ഇല്ലാതെ ഓട്ടോയുടെ പിൻഭാഗത്ത്, സാധാരണ പാസഞ്ചർ ഓട്ടോയുടെ പിൻഭാഗത്ത് ചാക്കുകളുടെ അടിയിലായിട്ടാണ് പണം സൂക്ഷിച്ചിരുന്നത്. ഇത് ബ്രോഡ്വേയിൽ നിന്ന് ഒരു വ്യവസായി കൊടുത്തുവിട്ട പണമാണ്. ഈ കണ്ണങ്കാട്ട് പാലത്തിന് സമീപം കാത്തുകിടന്നാൽ അത് എടുക്കേണ്ട ആൾ വന്ന് അത് വാങ്ങിക്കോളും എന്നുള്ളൊരു നിർദ്ദേശമായിരുന്നു ഇവർക്ക്, ഈ ഓട്ടോ ഡ്രൈവറായുള്ള തമിഴ്നാട് സ്വദേശിക്കും ഒപ്പം ബീഹാർ സ്വദേശിയായിട്ടുള്ള സതീഷ് അഹമ്മദിനും ഈ നൽകിയിരുന്ന നിർദ്ദേശം. എന്തായാലും ഇവർ രണ്ടുപേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്ന ജോലികൾ ഹാർബർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കുഴൽപ്പണമാണോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ അന്വേഷണം നടത്തി, അല്ലെ പോലീസ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളെല്ലാം ശേഖരിച്ചതിന് ശേഷമേ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുള്ളൂ. എന്തായാലും ഇത്രയും വലിയൊരു കുഴൽപ്പണ വേട്ട ഉണ്ടായ സാഹചര്യത്തിൽ ED അടക്കമുള്ള ഏജൻസികളും ഈ വിഷയത്തിലേക്ക് എത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഹരിത. ശരി, സാനുവാണ് വിവരങ്ങൾ നൽകിയത്.